സ്റ്റോറിലേക്ക് അവർക്ക് സ്വാഗതം. 78956 ഡിവൈഡ് ബൈ 654 ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർമ്മിക്കാം, ഓരോ ക്വസ്റ്റ്യനിലോട്ട് കണ്ടുപിടിക്കണം അല്ലേ. ഇതിൽ ക്വസ്റ്റ്യൻ എന്നത് 78956 ആണ്. ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യനിലോട്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ്. ഇനി അതറിയാത്തവർ എന്ത് ചെയ്യുക, ഇതെത്ര ഡിജിറ്റ് കൗണ്ട് ചെയ്യുക, മൈനസ് ഇതെത്ര ഡിജിറ്റ് ആണെന്ന് നോക്കുക. കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യണം, 1 ലെസ് ചെയ്യണം. അതായത് ഇത് 5 ഡിജിറ്റ് ആണ്, മൈനസ് 3 ഡിജിറ്റ് -1. അപ്പം 5 - 3 2 ആണ്, 2 - 1 1 ആണ്. അതായത് ഫസ്റ്റ് റോഡിലേക്കാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ 2ലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോഡ്. അപ്പോൾ ഇവിടെ 7 8 ഇവിടുന്ന് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങാം. 7 8 9 5 6 ഇത് നോക്കാം. നമുക്ക് ആൻസർ റോഡ് കണ്ടുപിടിക്കണം. അതായത് എവിടുന്ന് അതിന് ആൻസർ സ്റ്റാർട്ട് ചെയ്യണം, ഈ ക്വസ്റ്റിന് തൊട്ടടുത്ത് ചെയ്യണോ മാറി ചെയ്യണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കാം, അതിനുള്ള ഇക്വേഷനാണ്. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യണം. ഡിവൈസറിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിവൈസറിനേക്കാൾ വലുതോ ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യണമെന്നും, ചെറുതാണെങ്കിൽ ഡിവൈസറിന് എപ്പോഴും ഡിവൈസറിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യണമെന്ന് മാത്രം അവിടെ ഓർമ്മിക്കുക. അപ്പം 6നേക്കാൾ വലുതാണ് 7. അപ്പം എന്തായാലും ജമ്പ് ചെയ്യണം. അതായത് തൊട്ടടുത്തുനിന്ന് ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഒരു റോഡ് മാറിയിട്ടായിരിക്കണം ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് ആയിരിക്കണം ആൻസർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആൻസർ റോഡ് കിട്ടിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് റോഡായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ റോഡിൽ വരുന്ന നമ്പർ 7 ആണ്. അപ്പോൾ ഈ 7ൽ ആദ്യത്തെ ഈ ഡിവൈസിൻ്റെ ആദ്യത്തെ നമ്പർ എത്ര ടൈംസ് പോകുന്നതാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ 6 7ൽ 1 ടൈംസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ റോഡ് ഇതാണ്. അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്യുക. ഈ 1 × 6 മൈലിലാണ് 6 വെക്കുന്നത്. 1 × 6 6 ആണ്. അത് ഈ 6 എന്നുള്ള നമ്പർ നേരം ഈ ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ 6 നമ്മൾ ലെസ് ചെയ്തു, കാരണം ഇവിടെ 6 ചെയ്യരുത്, ഇവിടെയാണ് 6 വരിക. അതായത് 0 6 ആണ് 6. അപ്പോൾ നോക്കാം, 1 × 6 6 ലെസ് ചെയ്തു. എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അതും അതിന് തൊട്ടടുത്ത റോഡായിരിക്കും നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം 18 എന്നുള്ള നമ്പർ നമ്മൾ കയ്യിലുണ്ടെന്ന് ഓർമ്മിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഈ 18 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസറിന്റെ ഓരോ നമ്പറിനെയും നമ്മൾ പരിഗണിക്കണം. നമ്മൾ 6നെ പരിഗണിച്ചു, വെറും 6 മാത്രമാണെങ്കിൽ 80ലെ 6 എത്ര ടൈംസ് അങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനെ ചെയ്ത് പോവുകയെ ചെയ്യാം. പക്ഷെ നമുക്കിവിടെ ഡിവൈസർ 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 3 നമ്പേഴ്സിനെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മൾ പരിഗണിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് കിട്ടിയ ആൻസർ റോഡിൽ എത്രയാണ് നമ്പർ ഉള്ളത് അത് ഇൻറ്റു സെക്കൻഡ് നമ്പറിന് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 × 5 ചെയ്യണം. 1 × 5 ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ലെസ് ചെയ്യും. അപ്പോൾ 1 × 5 5 ആണ്. അപ്പോൾ ഈ 18 5 പോകാന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 5 നമ്മൾ ലെസ് ചെയ്ത്, അപ്പോൾ 13 കിട്ടി. പക്ഷെ എവിടെയാണ് എൻഡ് ചെയ്തത് അതും നെക്സ്റ്റ് റോഡാണ് അടുത്ത ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 39 ഉണ്ട്. ഈ 39 നമ്മുടെ കയ്യിലുണ്ടെന്ന് ഓർമ്മിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും മൂന്നാമത്തെ ഡിജിറ്റ് നമ്പറും കൂടി ഉണ്ട്. ഡിവൈസർ 3 ഡിജിറ്റ് ആകുമ്പോൾ തേർഡ് ഡിജിറ്റിനെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റോഡിലെ നമ്പറും വാല്യൂ അതായത് 1 ആണ്. ആ 1നെ തേർഡ് നമ്പറായ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെസ് ചെയ്യണം. അപ്പോൾ 1 × 4 4 ആണ്. അപ്പോൾ 39 4 പോകുമ്പോൾ നമുക്ക് 35 കിട്ടാം. ഇപ്പോൾ നമ്മൾ 3 ഡിജിറ്റിനെയും പരിഗണിച്ച് ചെയ്തു. 6നെ പരിഗണിച്ചു, 5 ചെയ്തു, 4 ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആയി. അതായത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യും ക്വസ്റ്റ്യൻ റോഡിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അത് നമ്മളെ ഡിവൈസറിനായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിവൈസറിനേക്കാൾ ചെറുതോ ഇനി ക്വസ്റ്റ്യൻ റോഡിൽ വാല്യൂ അതായത് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ നമ്പർ നോക്കിയാൽ 13556 ആണ്. ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസറിനേക്കാൾ വലുതാണ്. അപ്പം നമ്മൾ സെക്കൻഡ് റോഡ് അതായത് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ രണ്ടാമതും എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. എങ്ങനെ, നമ്മൾ കിട്ടിയ ഇനി വരുന്ന ക്വസ്റ്റ്യൻ എത്രയാണോ അത് ഡിവൈഡ് ബൈ 654 ചെയ്യണം. 13556 ഡിവൈഡ് ബൈ 654 ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ സെയിം നമുക്ക് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ റോഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആൻസർ കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ 6നേക്കാൾ ചെറുതാണ് 1. അപ്പോൾ എന്ത് ചെയ്യേണ്ട, ജമ്പ് ചെയ്യേണ്ട, തൊട്ടടുത്ത് നിന്ന് ഈ ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് തന്നെ ആൻസർ പ്ലേസ് ചെയ്യുക. അതായത് ഇതാണ് നമ്മൾ ആൻസർ റോഡ്. അപ്പോൾ ഈ ആൻസർ റോഡ് വരുന്നത് 0 റോഡാണ്. നമ്മൾ ആൻസർ റോഡ് നീട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 0 റോഡല്ല, നമ്മൾ തൊട്ടടുത്തുള്ള ഇപ്പോഴത്തെ റോഡാണ് നമ്മളെ ആൻസർ റോഡ് നീട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആൻസർ റോഡ് കിട്ടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ റോഡ് സെലക്ട് ചെയ്യണം. ഇത് ആൻസർ റോഡാകുമ്പോൾ തൊട്ടടുത്ത രണ്ട് റോഡുകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പം 13 ഉണ്ട്.
30ൽ 6 എത്ര ടൈംസ് നോക്കണം. ഡിവൈസറിന്റെ ഫസ്റ്റ് ഡിജിറ്റിനെ ആദ്യം പരിഗണിക്കും, പിന്നെ സെക്കൻഡ് ഡിജിറ്റിനെ പരിഗണിക്കും, പിന്നെ തേർഡ് ഡിജിറ്റിനെ പരിഗണിക്കും. അപ്പോൾ നമുക്ക് 30ൽ 6 എത്ര ടൈംസ് 2 ടൈംസ് ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 2 നമ്മൾ ആഡ് ചെയ്തു. 2 × 6 12 ആണെന്നറിയാം. അതെന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ ലെസ് ചെയ്തു. എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അതും തൊട്ടടുത്ത റോഡ് എന്തായി മാറി, ക്വസ്റ്റ്യൻ റോഡായി മാറി. അപ്പോൾ ഇവിടെ 15 കയ്യിലുണ്ടെന്ന് ഓർമ്മിക്കാം. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റിനെ പരിഗണിക്കണം. അപ്പോൾ ഈ 2നെ ആൻസർ ഉള്ള 2നെ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡിജിറ്റായി 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 5 10 ആണ്. 2 × 5 10 ആണ്. അപ്പം എന്ത് ചെയ്യണം, ഈ 15 10 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1ഉം ഇവിടുന്ന് 0 ലെസ് ചെയ്തു. 2 × 5 10. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യുന്നത് ഇതും ഇതായിരിക്കും, അതായത് 5ഉം നെക്സ്റ്റ് 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അതും നെക്സ്റ്റ് റോഡും. നമ്മൾ 55 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 55 കയ്യിലുണ്ടെന്ന് ഓർമ്മിക്കുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് ഡിജിറ്റിനെ പരിഗണിക്കണം. അപ്പം ആൻസറോടുള്ള 2നെ എന്ത് ചെയ്യണം, തേർഡ് ഡിജിറ്റായി 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ 2 × 4 8 ആണ്. 55ന് 8 ലെസ് ചെയ്യണം. നമുക്കറിയാം ഇവിടുന്ന് ഡയറക്റ്റ് 55 ഉള്ളത്, നമുക്ക് 8 എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 8 ലെസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ചെയ്യണം. അതായത് ലെസ് 10 ആഡ് 2 ചെയ്താൽ മതി. അപ്പോൾ ലെസ് 10 നമുക്ക് ഡയറക്റ്റ് ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് 50 ആഡ് 40. അപ്പോൾ നമുക്ക് ലെസ് 10 കിട്ടി, അതിനെ ആഡ് 2 ചെയ്യാം. ഇതാണ് ലെസ് 8ന്റെ ഇക്വേഷൻ. അല്ലെ, ലെസ് 8 എന്ന് പറയുമ്പോൾ ലെസ് 10 ആഡ് 2. അപ്പോൾ നമ്മളിവിടെ ലെസ് 50 ആഡ് 40 ലെസ് ആഡ് 2 ചെയ്ത് തരാം. നമുക്ക് ലെസ് ആഡ് 8 കിട്ടി. ഇനി എന്ത് ചെയ്യാം നോക്കാം. 476 എന്നതുണ്ട് ഇവിടെ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ റോഡിലുണ്ട്. നമ്മൾ ഡിവൈസറിന്റെ ഓരോ ഡിജിറ്റിനെയും പരിഗണിച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ റോഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 476 ആണ്. ഈ 476 എന്ന് പറയുന്ന നമ്പർ എന്താണ്, 654നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താ വരിക, ആൻസർ ചെക്ക് ചെയ്യണം. ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആൻസർ നോക്കിയേ, 120 120. ഇവിടുന്ന് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും, റിമൈൻഡർ 476. ഇതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ. 120 റിമൈൻഡർ 476. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.